ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ബിറ്റ് പ്രോജക്ട്സിൻ്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ കുറേ വീഡിയോകളായിട്ട് നമ്മൾ ഓർഡിനോ ഡാറ്റ ടൈപ്പുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡാറ്റ ടൈപ്പുകളായ വോയിഡ്, ബൂളിയൻ, ക്യാരക്ടർ, അൺസൈൻ ക്യാരക്ടർ ഇവയൊക്കെ എന്താണ്, അതിൻ്റെ മെമ്മറി അലോക്കേഷൻ എന്താണ്, എങ്ങനെയൊക്കെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകൾ പഠിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ബൈറ്റ് ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബൈറ്റ് ഡാറ്റ ടൈപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് സൈൻഡ് ആൻഡ് അൺസൈൻഡ് ഡാറ്റ എന്താണെന്ന് നോക്കാം. 8 ബിറ്റായിട്ടാണ് നമ്മൾ മെമ്മറിയിൽ ഒരു ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സൈൻഡ് ഡാറ്റയുടെ കേസിൽ അതിൻ്റെ ആദ്യത്തെ ബിറ്റ് എന്ന് പറയുന്നത് സൈൻ ബിറ്റും ബാക്കി 7 ബിറ്റുകൾ ഡാറ്റ ബിറ്റുകളും ആയിരിക്കും. സൈൻ ബിറ്റിൻ്റെ വാല്യൂ അനുസരിച്ചാണ് ഒരു ഡാറ്റ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സൈൻ ബിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂവും, 0 ആണെങ്കിൽ ആ ഒരു ഡാറ്റ പോസിറ്റീവ് വാല്യൂവും ആയിരിക്കും. അൺസൈൻഡ് ഡാറ്റയുടെ കേസിൽ നമുക്ക് ഈ സൈൻ ബിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പോയിട്ട് ഫുൾ 8 ബിറ്റും ഡാറ്റ ബിറ്റുകളായിരിക്കും. ഉദാഹരണം, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ക്യാരക്ടർ ഡാറ്റ ടൈപ്പും അൺസൈൻഡ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിനെ കുറിച്ച് നോക്കാം. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ മെമ്മറി സ്പേസ് നമ്മൾ പഠിച്ചതാണ് -128 to +127 വരെ. അതേസമയം അൺസൈൻഡ് ക്യാരക്ടർ വന്നപ്പോൾ അതിൻ്റെ വാല്യൂ 0 മുതൽ 255 വരെയായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അൺസൈൻഡ് ക്യാരക്ടറിൽ സൈൻഡ് ക്യാരക്ടർ ഉണ്ടായിരുന്ന ആ -128 എന്ന് പറഞ്ഞ അത്രയും മെമ്മറി നമ്മൾ പോസിറ്റീവ് സൈഡിലോട്ട് ആഡ് ചെയ്തു. അങ്ങനെ 128 + 127 255, 0 മുതൽ 255 വരെയുള്ള വാല്യൂസ് നമുക്ക് അൺസൈൻഡ് ക്യാരക്ടറിൽ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ബൈറ്റ് ഡാറ്റ ടൈപ്പ് എന്താണ് എന്ന് നോക്കാം. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് 8 ബിറ്റ് അൺസൈൻ നമ്പേഴ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. 0 മുതൽ 255 വരെ ഉള്ള വാല്യൂകളാണ് നമുക്ക് ബൈറ്റ് ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഇനി എങ്ങനെയാണ് ബൈറ്റ് ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർഡിനോ ഐഡിയിൽ നോക്കാം. ബൈറ്റ് ഡാറ്റ ടൈപ്പ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. ബൈറ്റ് ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ ബൈറ്റ് എന്ന് പറഞ്ഞ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്കൊരു ഓർഡിനോ ബോർഡിലോട്ട് അപ്ലോഡ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കോഡുകളും കൂടെ എഴുതുന്നു. നമുക്ക് നമ്മുടെ ബൈറ്റ് ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യാം. ബൈറ്റ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ബൈറ്റ് n = 25 എന്ന് പറഞ്ഞ് ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എനിക്ക് സീരിയൽ മോണിറ്റർ ഇത് ഡാറ്റ കാണാൻ വേണ്ടി ഞാൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് കോഡ് കൊടുക്കാൻ പോകണം. ഡെമോൺസ്ട്രേഷൻ പർപ്പസ് ആയതുകൊണ്ട് എനിക്ക് ഒറ്റത്തവണ പ്രിൻറ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ പ്രിൻറ്റിങ്ങിൻ്റെ കൊടുക്കാത്തത്. നമുക്കിനി കമ്പൈൽ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്കിവിടെ ഈ ടിക്ക് ബട്ടൺ നോക്കി ഞെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കീബോർഡിൽ Ctrl+R ഞെക്കിക്കഴിഞ്ഞാൽ സ്കെച്ച് കമ്പൈലാകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഡൺ കമ്പൈലിങ് തെറ്റൊന്നുമില്ല. നമുക്ക് ബോർഡിലോട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ അപ്ലോഡിൻ്റെ ബട്ടൺ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കീബോർഡിൽ Ctrl+U അടിക്കുകയാണെങ്കിൽ ഓർഡിനോ ബോർഡിലോട്ട് ഡാറ്റ അപ്ലോഡ് ആവും. ഇനി നമുക്ക് സീരിയൽ മോണിറ്റർ എടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് 25 പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു നെഗറ്റീവ് വാല്യൂ കൊടുത്ത് നോക്കിയാൽ എന്ത് സംഭവിക്കുന്നു. ഞാൻ -25 കൊടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണം. ഞാൻ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ ഈ ഓർഡിനോ ഐഡി കോഡൊന്ന് കമ്പൈൽ ചെയ്തിട്ട് അപ്ലോഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തത്. ഇനി നമുക്ക് സീരിയൽ മോണിറ്റർ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ 31 എന്ന് പറഞ്ഞ വാല്യൂ ആണ് വന്നേക്കണം. പക്ഷേ ഞാനിവിടെ -125 ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അൺസൈൻഡ് ക്യാരക്ടറും സൈൻഡ് ക്യാരക്ടറും പറഞ്ഞപ്പോൾ അൺസൈൻഡ് ഡാറ്റയുടെ കേസിൽ നെഗറ്റീവ് വാല്യൂസ് പോസിറ്റീവ് സൈഡിലോട്ട് ആഡായി വരുന്നു ഞാൻ പറഞ്ഞു. ആ ആഡായി വരുന്നത് റിവേഴ്സ് ഓർഡറിലാണ് ആഡായി വരുന്നത്. അപ്പോൾ നമ്മളൊരു കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ 0 മുതൽ 255 വരെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 256 വാല്യൂസാണുള്ളത്. അപ്പോൾ 256 നിന്ന് നമുക്ക് 25 മൈനസ് ചെയ്ത് നോക്കാം. നമുക്ക് 231 കിട്ടി. അതാണ് നമുക്കിവിടെ സീരിയൽ മോണിറ്ററിൽ കിട്ടിയ വാല്യൂ. അപ്പോൾ റിവേഴ്സ് ഓർഡറിലാണ്
നെഗറ്റീവ് വാല്യൂസ് പോസിറ്റീവ് സൈഡിലോട്ട് അൺസൈൻഡ് ഡാറ്റയുടെ കേസിൽ കയറി പോകുന്നത്. അതുകൊണ്ടാണ് 231 വന്നത്. മറ്റൊരു ഡാറ്റ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഞാൻ 258 എന്ന് പറഞ്ഞ വാല്യൂ എന്നിന് കൊടുത്തു. അത് പ്രിൻറ്റ് ചെയ്യിക്കാൻ പറ്റുമോ ഞാൻ നോക്കണം. ഡയറക്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ആ ഒരു ഡാറ്റ ടൈപ്പിൻ്റെ റേഞ്ചിന് മേളിൽ പോവുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യില്ല. ഇവിടുത്തെ കേസ് ഞാൻ N 258 ആണ് കൊടുത്തത്. ശരിക്കും നമുക്ക് 255 വരെ കൊടുക്കാനുള്ളൊരു ഓപ്ഷനുള്ളൂ. പക്ഷേ അത് ഞാൻ 258 കൊടുത്തു. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതിന് നമുക്ക് 2 മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ റേഞ്ച് കഴിഞ്ഞു പോയി. 0 മുതൽ 255 എന്നുള്ള റേഞ്ച് കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഇവിടെ ഇംപ്രോപ്പറായിട്ട് 2 മാത്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.